നമസ്കാരം. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. ഈ പച്ചമുളകെല്ലാം തളിര് വന്നുകൊണ്ടേയിരിക്കാൻ തളിർത്തുകൊണ്ടേയിരിക്കും. അതിന് വേണ്ട ഒരു വളമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അറിയുന്നവരുണ്ടായിരിക്കുക. ഉണ്ട്, എല്ലാ സമയവും തളിര് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് കോഴിവളമെല്ലാം ഉപയോഗിക്കാം. വേനൽക്കാലത്ത് കോഴിവളമെല്ലാം ഉപയോഗിച്ചാൽ വെള്ളത്തിൻ്റെ കുറവ് ഉള്ളവർക്ക് പറ്റുകയില്ല. നല്ലോണം വെള്ളമൊഴിച്ച് കൊടുക്കണം. എന്നാലിങ്ങനെ തളിര് ഇത്രയധികം തളിര് വരില്ല. നന്നായിട്ട് തളിരും കായെല്ലാം ഉണ്ടാകെ. ഇവിടെയുള്ള മുളകെല്ലാം പൊട്ടിപ്പോയേ, കായ പൊട്ടി. ഞാൻ പിന്നെ നട്ട് നോക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. 3-4 മുളക് പൊട്ടി. ഇതെല്ലാം പൊട്ടിയിട്ട് തളിര് വരുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് മുളകിൻ്റെ ഇതിൻ്റെയും ഒരു കൊമ്പ് മുഴുവനും പൊട്ടി. ബാക്കിയുണ്ട്. എല്ലാ ദിവസവും പറിച്ച് ആവശ്യത്തിന് എടുക്കലുണ്ട്. വേനൽക്കാലത്ത് മുളക് ചെടിക്ക് വളം ചേർക്കുമ്പോൾ കുറച്ച് തടെടുത്ത് കൊടുക്കണം. മഴക്കാലത്താണെങ്കിൽ ഉയരത്തിലാണ് വേണ്ടത്. ഇങ്ങനെ പക്ഷെ വേരൊന്നും കാണാൻ പാടില്ല. എന്നിട്ട് ഈ പറഞ്ഞ വളം ചേർത്ത് കൊടുത്താൽ മതി. ഇതാണ് വളം. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഈ ചായച്ചണ്ടിയില്ലേ, ചായച്ചണ്ടി മുട്ടത്തോടും വെണ്ണീറും ലേശല്ലേ എല്ലാം കൂടി മിക്സ് ചെയ്തത് തട്ടുകടയിലെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും ചോദിച്ചാൽ. ഇത് ഞങ്ങളുടെ അടുക്കളയിലുള്ളത് ഞാൻ എടുത്ത് ശേഖരിച്ച് വെച്ചതാണ്. അതിങ്ങനെ കുറച്ച് ദൂരെ കൂടി ഇട്ട് കൊടുത്താൽ മതി. ഈ ചായച്ചണ്ടി ഇട്ട് കൊടുത്താൽ തളിർത്തുകൊണ്ടേയിരിക്കും. പൂവും കായും വന്നതിൻ്റെ ഇപ്പം വെള്ളേരിയെല്ലാം 2 മാസം കഴിയുമ്പം സാധാരണ വെള്ളേരിയെല്ലാം ഉണ്ടായി ആ ചെടി നശിച്ചു പോവേ. ഇങ്ങനത്തെ വളം ചേർത്താൽ പിന്നെയും കുറച്ച് കാലം കൂടി ഇങ്ങനെ തെഴുത്തുകൊണ്ടിരിക്കും. പച്ചമുളകിൻ്റെ കാര്യം പിന്നെ പറയണ്ട. പച്ചമുളക് ദീർഘകാലം വിളവ് കിട്ടുന്നതാണ്. 2 മാസമല്ല, രാസവളമാണെങ്കിൽ വിളവ് നല്ലോണം കിട്ടും. 2 മാസം കൊണ്ടെല്ലാം തീരും. നന്നായിട്ട് വിളവ് കിട്ടും. ഇനി നമുക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കാം. ഇത് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വളം ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. കൂടുതൽ ചേർത്ത് കൊടുക്കുക. നല്ല തണുപ്പും കിട്ടും. ചായപ്പൊടിയും വെണ്ണീരെല്ലാം ചേർത്ത് കൊടുത്താൽ ഉപ്പും തണുപ്പ് കുറച്ച് കുഴിവാ നല്ലത്. വേനൽ കാലത്ത് വെള്ളം ഒഴിച്ചാൽ നിൽക്കേ മറ്റൊഴുകിപ്പോകല്ല. അതുകൊണ്ട് ഇങ്ങനെ തുറന്നിട്ട് വളമിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ തുറക്കൊന്നും വേണ്ട. ഇങ്ങനെ വളം ഇട്ടതിന് ശേഷം കുറച്ച് മണ്ണ് കയറ്റി കൊടുത്താൽ മതി. ഇതിന് വലിയ അധ്വാനമൊന്നുമില്ല. എല്ലാവരും വീട്ടിൻ്റെ അടുക്കള ഭാഗത്ത് 1-2 ചെടി നട്ടാൽ ഇഷ്ടം പോലെ പച്ചമുളക് 2 ചെടിയെല്ലാം ആകുമ്പം വളമെല്ലാം ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ അടുക്കളയിൽ തന്നെ ഉണ്ടാവും. ഇതെന്തല്ലോ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് ആവശ്യത്തിന് ഉണ്ടാകുന്നില്ല. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വേറെ നല്ലൊരു വീഡിയോ ആയി പെട്ടെന്ന് തന്നെ കാണാം.